ക്രേപ്പ് സിൽക്ക് ഫാബ്രിക്കിൽ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ നമ്മളിത് കാണുന്നുണ്ട്. ഇതിൽ മിറർ വർക്ക് ഒക്കെ വന്നിട്ടുണ്ട്, ഗ്ലാസ് മിറർ വർക്ക്. അതുപോലെ തന്നെ ചന്തേരി സിൽക്കിൽ നല്ലൊരു ബഡ്ജറ്റ് ബൈ ആയിട്ട് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മളിത് റീസ്റ്റോക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ക്രേപ്പ് സിൽക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആണ്. ഇതിൽ ഫസ്റ്റ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഗ്രീൻ ആൻഡ് ഒരു ഗോൾഡൻ കളറിലോട്ടാണ്. ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ വരും. ഇപ്പോൾ ക്രേപ്പ് സിൽക്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ്, നല്ല ഫ്ലോയിലാണ് കിടക്കുന്നത്. സ്റ്റിച്ച് ചെയ്തിട്ടാലും നല്ല ഭംഗിയായിരിക്കും. സൈഡിലോട്ട് 2 കളർ കോമ്പിനേഷൻ, മിഡിൽ ഇങ്ങനെ ആ ഒരു ബ്രൗൺ ഷെയ്ഡിൻ്റെ കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മിഡിൽ പോർഷനിലോട്ടാണ് ഇതിന് ഗ്ലാസ് മിറർ വർക്ക് വരുന്നത്. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് ഗ്രീൻ കോമ്പിനേഷനാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നതും ക്രേപ്പിൽ തന്നെയാണ്. അതിലേക്കും ബ്ലോക്ക് പ്രിന്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്. അപ്പോൾ ഇത് നല്ല ഫ്ലോയിൽ കിടക്കുന്നതാണ് ദുപ്പട്ട. ബോട്ടം പെയർ ചെയ്യുന്നത് പ്യുവർ കോട്ടണിലാണ്. അതിലേക്കും ബ്ലോക്ക് പ്രിന്റ്സ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു മോട്ടീവ് പാറ്റേണിലുള്ള പ്രിന്റുകളാണ് സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ആണ്. ഇത് വന്നിരിക്കുന്നത് ഒരു ബ്രൈറ്റ് പിങ്ക് ആണ്. അതിൻ്റെ കൂടെ ഒരു ഐവറി ബ്രൗൺ കളർ കോമ്പിനേഷൻ ആണ് വന്നേക്കുന്നത്. ഇപ്പോൾ ദുപ്പട്ടയിലും അതേപോലെ തന്നെ ജോമെട്രിക് ഡിസൈൻ ഫ്ലോറൽ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ കോട്ടണിൽ തന്നെയാണ്. ഇതിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേണിലുള്ള പ്രിന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഡീപ്പ് പേർപ്പിൾ മെറൂൺ കളറും അതുപോലെ മിഡിൽ പോർഷനിലോട്ട് ലൈലാക്ക് ഷെയ്ഡുമാണ് ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ ഗ്ലാസ് മിറർ വർക്കും. ദുപ്പട്ട ഈ ഒരു പാറ്റേണിലാണ്. ബോട്ടം വന്നിരിക്കുന്നതും കോട്ടണിലാണ്. ഇതിലേക്കും ആ ഒരു ഡിസൈൻ ഈ ഒരു മോഡലിലാണ് കൊടുത്തിട്ടുള്ളത്. ഓറഞ്ച് ആൻഡ് മജന്ത കളർ കോമ്പിനേഷനിലോട്ടാണ് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ. ഇതിൻ്റെ എല്ലാം ബാക്ക് പോർഷൻ ഈ സൈഡിലുള്ള പാനൽ പോലെ ആയിട്ടോ വന്നേക്കുന്നത് എല്ലാത്തിലും. ദുപ്പട്ട ഈ ഒരു മോഡലിൽ വരും. ഇതിലേക്ക് ബോട്ടത്തിലേക്ക് ഫ്ലോറൽ പ്രിന്റ്സ്, ഓരോരോ ഫ്ലവേഴ്സ് സ്കാറ്റേഡ് ആയിട്ടുള്ള രീതിയിലാണ് ബോട്ടം പെയർ ചെയ്തേക്കുന്നത്. യെല്ലോ ഗ്രീൻ ആൻഡ് കോഫി ബ്രൗൺ കളർ കോമ്പിനേഷനിലോട്ടാണ് അടുത്തത് വന്നേക്കുന്നത്. ദുപ്പട്ടയിലൊക്കെ ബേസ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ലൈറ്റ് ആണ്. പിന്നെ അതിലേക്ക് പ്രിന്റുകൾ വന്നിട്ടുണ്ട്. ബോട്ടം അതുപോലെ തന്നെ സെയിം പാറ്റേണിലാണ്. ഈ ഒരു ഡിസൈനാണ് ബോട്ടത്തിലേക്ക് വരുന്നത്. അങ്ങനെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ ഇത് റീസ്റ്റോക്ഡ് ആണ്. 4 ഷെയ്ഡ്സ് ആണുള്ളത്. ഇത് ഒരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. എല്ലാത്തിലേക്കും സെയിം പാറ്റേൺ തന്നെയാണ്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള ഡിഫറൻസ് ആണ്. അടുത്ത ഷെയ്ഡ് മെറൂൺ ടോണിലോട്ടാണ് കോൺട്രാസ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നത്. അടുത്തതിലേക്ക് ഗ്രീൻ ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇത് ലാസ്റ്റ് ഷെയ്ഡാണ്. 4 കളേഴ്സ് അവൈലബിൾ ആണ്. 1649 റേഞ്ചിലോട്ടാണ് കേട്ടോ ഈ സെറ്റുകളൊക്കെ വന്നേക്കുന്നത്.